അസ്സലാമു അലൈക്കും. അപ്പോൾ പുറം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ന് പറയുമ്പം വെളിയിൽ തീ കത്തിച്ചിട്ടുണ്ട്. വെളിയിൽ കുഞ്ഞൊരു അടുക്കളയുണ്ട്. കാരണം നമുക്കുള്ള ഗ്യാസ് കഴിയാറായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോഴൊന്നും ബുക്ക് ചെയ്താൽ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഗോഡൗണൊക്കെ അടച്ചിട്ടെന്നാണ് പറയുന്നത്. മനുഷ്യൻ കൊട്ട വെയിലത്തുനിന്ന് കിളയ്ക്കുന്നുണ്ട്. തറ ലെവൽ ചെയ്യുന്നു. അത് അന്നില്ല ജോലിക്കാർ ഇല്ല JCBക്ക് ഇവിടെ വീടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇടിച്ച് നിരപ്പാക്കിയതാണ്. ഷീറ്റിട്ടൊരു ചെറിയ വീടായിരുന്നു ഇവിടെ. ഷീറ്റ് ഇവിടെ താമസമായിട്ട് 5 വർഷമായിരുന്നു. അപ്പം ഇവിടെ JCBക്ക് ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു, ഷീറ്റിട്ട വീട്. അതിൽ നമ്മളൊരു 7-8 വർഷം കിടന്നായിരുന്നു. അപ്പോൾ മഴ പെയ്തായിരുന്നു വെള്ളം ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ അകത്തായിരുന്നു വെള്ളം എല്ലാം വീണുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ സമയത്ത് അവർ ഈ JCBക്കാർ എല്ലാം കല്ലും എല്ലാം കൂടെ ഇടിച്ച് ആ ബേസ്മെൻറ്റും എല്ലാം കൂടെ ഇടിച്ച് പല വഴിക്കങ്ങാക്കി. വലിയ കല്ലുകളായിരുന്നു. വലിയ കല്ലെന്ന് വെച്ചാൽ വലിയ പാറക്കല്ലുകൾ എല്ലാം അതും അവിടെ വരെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇത്രയും താമസം. 2-3 ദിവസം നിന്നാണ് മുറ്റം ഒന്ന് ലെവലാക്കി എടുത്തത്. അപ്പോൾ ദാ ഇക്കായും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്ന കണ്ടുകൊണ്ട് നമ്മട്ട് കയ്യിലെടുത്തതാണ്, അല്ലാതെ ജോലി ചെയ്യത്തില്ലേ. ഇത് വീഡിയോസ് എടുക്കുന്ന കണ്ടുകൊണ്ട് വെറുതെ എടുത്തെന്നാലും കൂടെ നിന്ന് സഹായിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നിന്ന് കുറച്ചൊക്കെ സഹായിച്ചൊക്കെ കൊടുത്തായിരുന്നു. അല്ലാതെ പണി നടക്കത്തില്ല. അപ്പോൾ അത് ഇവിടെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ 2 അവക്കാഡോ ഉണ്ടായിരുന്നു. 2 അവക്കാഡോ നല്ല പൊക്കമായിട്ടുണ്ടായിരുന്നു. അത് രണ്ടും എടുത്ത് കളയേണ്ടി വന്നു. കാരണം ഇവിടെ പന്തലിന് അതെടുത്ത് മാറ്റിയാൽ പന്തലെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മാവ് നിൽക്കുന്നതും അപ്പുറത്തൊരു അവക്കാഡോ ഉണ്ട്, അതും എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എടുക്കണ്ട, ഇപ്പുറത്തോട്ട് പന്തലിട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ നിർത്തി. അപ്പോൾ ഇപ്പോൾ ആ മുറ്റമൊക്കെ നല്ല ലെവലായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുറ്റമായിട്ടുണ്ട്. ഇപ്പോൾ തറ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഈ കടലാസ് ചെടി 5 വർഷമായിരുന്നു നമ്മളിവിടെ താമസമായി. ആദ്യത്തെ വർഷം ഇവിടെ കടയ്ക്ക് തിരുവാതിര തുടങ്ങിയപ്പം നമ്മൾ അവിടെ കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ച ഒരു ചെടി, ഒരു കടലാസ് ചെടിയിൽ നിന്നാണ് ഞാൻ ഒരു 7-8 മൂട് കടലാസ് ചെടിയാക്കിയത്. ഇതെല്ലാം ഉണക്ക സമയം പെയിൻ്റ് ഇറങ്ങുന്നപ്പോൾ അപ്പുറത്തോട്ട് എടുത്ത് വെച്ചിരുന്നു. വെള്ളം വീഴ്ത്താതെയൊക്കെ ആയപ്പോൾ അത് കുറേ അങ്ങ് പട്ട് ഇപ്പോൾ ലെവലായി വരുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ടുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. മുറ്റത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത കണക്കുള്ള വെയിൽ. തലയിലൊന്നും തുണിയിടാതെ ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്കും വെയിലായിട്ടുണ്ട്. അപ്പോൾ ദാ ഇന്നത്തെ നോമ്പ് തുറയാണ്. അതിനിടയ്ക്ക് ജോലികളെല്ലാം പെട്ടെന്ന് നോമ്പ് തുറക്കുന്നുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.